നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെച്ചപ്പെട്ട ഭരണമായതുകൊണ്ടാണല്ലോ ഈ ആളുകൾ വോട്ട് ചെയ്ത് എംപിമാർ തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത്. സത്യത്തെ സത്യം പോലെ കാണണം. ജനങ്ങൾ വോട്ട് ആർക്കാകട്ടെ കൂടുതൽ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നതെന്നാണ് അത് ജനവികാരമാണ്. ആ ജനവികാരം അവർക്ക് അനുകൂലമായെങ്കിൽ അത് അവരുടെ നല്ല ഭരണം കൊണ്ടാണ് എന്ന് വേണം ജനാധിപത്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. ആരെ തുണയ്ക്കും ആര് ജയിക്കുമെന്ന് തുറന്നു പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് ന്യൂസ് 18 അഭിമുഖത്തിലൂടെ. നരേന്ദ്രമോദിക്ക് വെള്ളാപ്പള്ളിയുടെ പുകഴ്ത്തൽ. ജനവികാരം NDAക്കൊപ്പം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും വെള്ളാപ്പള്ളി. ഇടപ്പള്ളിയിൽ ജ്വല്ലറിയിൽ കവർച്ച. മോഷണം സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി. പിന്നിൽ അന്തർ സംസ്ഥാന സംഘമെന്ന് സൂചന. കോഴിക്കോട് മുക്കം വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. മരിച്ചത് പെരുമ്പടപ്പ് സ്വദേശി. 2 പേർ ചികിത്സയിൽ. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ വികസനത്തിന് തുടക്കം. 39 വീടുകളും മരങ്ങളും നീക്കും. നിർമ്മാണം 1.5 വർഷത്തിനകം പൂർത്തിയാക്കും. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയാണ് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇതുവരെ ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന വെള്ളാപ്പള്ളി നിലപാട് മാറ്റത്തിന്റെ സൂചനയാണ് പങ്കുവയ്ക്കുന്നത്. നരേന്ദ്രമോദിയുടേത് മെച്ചപ്പെട്ട ഭരണമാണെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ജനവികാരം NDAക്ക് അനുകൂലമാണ്. 300-400 സീറ്റ് എന്നത് മാത്രമാണ് അറിയേണ്ടത്. അയോധ്യ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. രാമനാമജപത്തിലൂടെ രാജ്യമാകെ BJP തരംഗം സൃഷ്ടിച്ചു. പൗരത്വ നിയമ ഭേദഗതി നല്ലതിനാണ്. കേരളത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞ ആ മുന്നണിയായിരുന്നു നിരക്കില്ല. എല്ലാവരും തന്നെ മോദി ഗവൺമെന്റ് ഇനിയും തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എത്ര സീറ്റ് കിട്ടും എന്നുള്ള മോദിക്ക് 400 വേണമെന്നാണ്. 400 മറ്റുള്ളവർ പറയുന്നത് 300 കിട്ടുള്ളെന്ന്. 400-ഉം 300-ഉം തമ്മിലുള്ള തർക്കമുള്ളത്. അതായത് മോദി അടുത്ത ടൈമിലും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അതിലേക്ക് പോകാതെ മോദി ഇനിയും 3ാം തവണയും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ട ഭരണമെന്ന് വിലയിരുത്തുന്നുണ്ടോ? മെച്ചപ്പെട്ട ഭരണമായതുകൊണ്ടാണല്ലോ ഈ ആളുകൾ വോട്ട് ചെയ്ത് എംപിമാർ തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത്. സത്യത്തെ സത്യം പോലെ കാണണം. ജനങ്ങൾ വോട്ട് ആർക്കാകട്ടെ കൂടുതൽ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നതെന്നാണ് അത് ജനവികാരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് അടവ് നയമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിണറായി വിജയൻ CPM സെക്രട്ടറി അല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഭരണത്തിന്റെ നന്മയ്ക്കായി അടവ് നയം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. സംസ്ഥാനത്തിന് കേന്ദ്ര സഹായം വേണ്ടിവരുമെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. മോദിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിക്ക് കൂടുതൽ പറയാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് പരിമിതി ഉണ്ടാകാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രി നരേന്ദ്രമോദിനെ ചീത്ത പറയുന്നില്ലെന്നുള്ള ആളെ ഈ ആക്ഷേപം പറയുന്നത് പ്രധാനമായിട്ടല്ലേ. രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നു. അതിന് അത്രമാത്രം നരേന്ദ്രമോദിയെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞാണ് രാഹുലിനെ കോർണർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ആ ശൈലിയും മുഖ്യമന്ത്രിയായപ്പോൾ ഉള്ള ശൈലിയും രണ്ടും രണ്ടാണ്. ഞാൻ വളരെ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ കാര്യമായി സൂക്ഷിക്കുന്നതാണ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറയുന്ന പറച്ചിലും മുഖ്യമന്ത്രിയായിരുന്നൊക്കെയുള്ള പറച്ചിലും രണ്ടും രണ്ടാണ്. അദ്ദേഹം കൂടെ ഭരണം നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്രത്തിലെ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞതെന്താണ്? എന്ത് വേണമെങ്കിൽ പറഞ്ഞോള്, സാധിച്ചരാം, നമുക്ക് ഒന്നിച്ചു പോകാമെന്നൊക്കെ ആദ്യം കൈ കൊടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ല.
തിരുവനന്തപുരത്തെ മത്സരത്തിന് രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ വേറിട്ട മുഖം വന്നെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അഹമികായി ഞാൻ മുമ്പേ അവിടെ നിന്ന് മത്സരിക്കുന്ന ഒന്നും വന്നതിൻ്റെ അദ്ദേഹം പഴയ ഒരാളാണ്. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പഴക്കം കൊണ്ട് അവിടുന്ന് പ്രതിനിധീകരിച്ച് പണ്ടേ പോയിട്ടുള്ള ആളാണ് നമ്മുടെ തരൂര്. അദ്ദേഹത്തിന് ആ നാടും നഗരവും ആളെല്ലാം നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല പേരുണ്ട് അവിടെ. അദ്ദേഹം നല്ലപോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഒരാളെത്തിക്കഴിഞ്ഞു, അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രശേഖർ. അദ്ദേഹം വന്നപ്പോൾ വേറൊരു മുഖം അവിടെ ഉണ്ടായി. കാരണം രണ്ടുപേരും പോയാലും ഒരു പ്രയോജനമില്ല. ചന്ദ്രശേഖരൻ പോയാലേ ഇവിടെ തിരുവനന്തപുരത്തിന് വല്ല ഗുണമുള്ളൂ. ഇവരൊക്കെ പോയാലും പണ്ടിരുന്നപ്പോഴും പോലും ഒരു ഗുണം ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം വന്നപ്പോൾ ചന്ദ്രശേഖരനും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ആറ്റിങ്ങലിലെ ഇടത് സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മണ്ഡലത്തിൽ കളേഴ്സ് ഓഫ് ജോയ് എന്ന പരിപാടിക്ക് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാട്ടുകാരുടെയും ചിത്രകാരന്മാരുടെയും ഇന്ദ്രജാലത്തിന്റെയും അകമ്പടിയോടെയാണ് കളേഴ്സ് ഓഫ് ജോയ് വാഹനം പര്യടനം നടത്തുന്നത്. കിടപ്പ് രോഗിയായ വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടും വനത്തിലൂടെ നടന്നത് 18 കിലോമീറ്റർ. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. 100 അടിയിലെ മുപ്പത്തിയൊന്നാം ബൂത്തിലെ വോട്ടറാണ് 92 വയസ്സുള്ള ശിവലിംഗം. മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയ ഉദ്യാനം വഴി പെട്ടിമുടിയിൽ എത്തുകയും അവിടെ നിന്ന് ജീപ്പുകളിലാണ് ഇടമലക്കുടിയിലേക്ക് എത്തിയത്. ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പ്രാധാന്യമാണ് ഇടമലക്കുടി ദൌത്യത്തിന് പിന്നിലെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ഫോട്ടോ എടുക്കും. அந்த போட்டோக்குள்ள டிக் மார்க் இல்லைன்னா இண்டு போடணும். മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. ഇടുക്കിയിൽ ഏലത്തോട്ടത്തിൽ ഒളിപ്പിച്ചിരുന്ന 2200 ലിറ്റർ കോട കണ്ടെത്തി നശിപ്പിച്ചു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വട്ടപ്പാറ കാറ്റൂതി ഭാഗത്ത് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിലാണ് കോട കണ്ടെത്തിയത്. ചാരായം വാറ്റുന്നതിന് പാകമായ 2200 ലിറ്റർ കോടയാണ് കണ്ടെത്തിയത്. ഏലത്തോട്ടത്തിലെ പാറയിടുക്കുകളിലും പടുതാക്കുഴിയിലും വാട്ടർ ടാങ്കിലുമായാണ് ഒളിപ്പിച്ചിരുന്നത്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അത്താണി പെട്രോൾ പമ്പിന് മുൻവശം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന മുക്കം പെരുമ്പടപ്പ് സ്വദേശി അഖിലാണ് ഇന്ന് രാവിലെ മരിച്ചത്. മറ്റ് 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് മുക്കത്ത് തെരുവുവിളക്ക് അപകടാവസ്ഥയിൽ. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി കാരശ്ശേരിയിൽ സ്ഥാപിച്ച തെരുവുവിളക്ക് ടിപ്പർ ലോറി ഇടിച്ചിട്ടതോടെയാണ് അപകടാവസ്ഥയിലായത്. ഇക്കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. എറണാകുളം ഇടപ്പള്ളി രാജധാനി ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി മോഷണം. 4 പേരടങ്ങുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘമാണ് സ്വർണവുമായി കടന്നുകളഞ്ഞത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു മോഷണം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കളമശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി കട്ടപ്പനയിൽ കാട്ടുപന്നി കിണറ്റിൽ വീണു. ആനക്കുത്തി കണ്ണകാതടത്തിൽ ബേബിച്ചന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് പന്നി വീണത്. രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പന്നിയെ കണ്ടത്. പന്നിയെ വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനം. ഇടവേള.
പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ. എനിക്ക് പേര് ടെന്നിക്കോയ്റ്റ് സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് കാസർഗോഡ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ തുടക്കമായി. സംസ്ഥാന ടെന്നിക്കോയ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 10 ദിവസത്തെ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് 14 വയസ്സിൽ താഴെയുള്ള 40 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ആർ ഹരികൃഷ്ണനാണ് പരിശീലകൻ. KV ബിജു, ദേശീയ താരങ്ങളായ നന്ദകിഷോർ, അക്ഷത്, ദേവിക, പൃഥ്വലക്ഷ്മി, പഞ്ചാക്ഷരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ക്യാമ്പ് ഏപ്രിൽ 24-ന് അവസാനിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏറ്റെടുത്ത സ്ഥലത്തെ വീടുകൾ പൊളിച്ചു നീക്കി തുടങ്ങി. 39 വീടുകളും മരങ്ങളും 2 മാസത്തിനകം പൊളിച്ചു മാറ്റും. ഗവാർ എന്ന കമ്പനിയാണ് ടെൻഡർ എടുത്തിട്ടുള്ളത്. രസ വിപുലീകരണം പൂർത്തിയാകുന്നതോടെ കരിപ്പൂരിലേക്ക് വലിയ വിമാനങ്ങൾ തിരിച്ചെത്തി തുടങ്ങും. 1.5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഇടവേള വന്നെങ്കിലും ഇപ്പോൾ വർക്ക് ഇത് ആരംഭിച്ചിട്ടുണ്ട്. കാരണം അതിൽ കുറച്ച് ഇടവേള വന്നപ്പോൾ നമുക്കും ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വർക്കുകൾ ആരംഭിച്ചു. 2 മാസത്തിനുള്ളിൽ വർക്കുകൾ തീരുമെന്നുള്ളതാണ്. ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് വീടുകൾ പൊളിച്ച് അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിച്ചു അതൊരു സൈറ്റ് ആക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യത്തെ കടമ്പ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമുക്ക് പറയാനുള്ളത്, അധികാരികളോട് പറയാനുള്ളത് 2 വിഷയങ്ങളാണ്. നമ്മൾ ഈ സ്ഥലം എടുക്കുന്ന സമയത്തും നമ്മൾ ഉന്നയിച്ച 2 വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ പള്ളിക്കൽ വില്ലേജിലെ കരിപ്പൂർ പ്രദേശത്ത് നമ്മുടെ PWD റോഡ് പോകുന്നത് വളരെ തിരക്ക് പിടിച്ച റോഡാണ്. ആ റോഡ് വളരെ ബെൻഡായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി തന്നെ അത് നേരെയാക്കിയാൽ നാട്ടുകാർക്കും ഏറ്റവും കൂടുതൽ എയർപോർട്ടിൽ വരുന്ന യാത്രക്കാർക്ക് വലിയ ഉപകാരമാവും. അതുപോലെ തന്നെ നമ്മുടെ നെടിയിരുപ്പ് ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ആ ബെൽറ്റ് റോഡിന് അതിനൊരു ബദൽ സംവിധാനം അതും കൂടി കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥലമെടുപ്പും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ വികസനവും നമ്മൾ ഉദ്ദേശിച്ച പോലെ പൂർത്തിയാകുമെന്നുള്ളതാണ് വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ആവശ്യം, ഈ നാട്ടുകാരുടെ ഈ 2 ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മീഡിയകൾ അത് ഉന്നയിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂളിൽ 1973-74 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗോൾഡൻ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു. അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 മാസത്തെ പ്രയത്നം കൊണ്ടാണ് 50 വർഷം മുൻപ് പഠിച്ചവരെ കണ്ടെത്തിയത്. ഇതിൽ 17 പേർ മരിച്ചുപോയിരുന്നു. കിടപ്പ് രോഗികളും വിദേശത്തുള്ളവരും ഒഴികെ 75 പേരും അവരുടെ ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. വർഷങ്ങൾക്കിപ്പുറം എല്ലാവരും ഒത്തുചേർന്ന് ആടിയും പാടിയും സംഗമം ആഘോഷമാക്കി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാരഥികളായ ഉണ്ണികൃഷ്ണൻ, പത്മനാഭൻ, വിജയലക്ഷ്മി, സദാശിവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിട്ടിരുന്നു. എന്നാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നത് നിർധനരായ രോഗികൾക്ക് വലിയ ദുരിതമായി മാറുകയാണ്. നിലവിൽ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. യാത്രാ ചെലവുകൾ ഉൾപ്പെടെ വൻ തുക കണ്ടെത്താൻ പലർക്കും കഴിയാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ഡയാലിസിസ് മുടങ്ങാറുമുണ്ട്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമായാൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമാകും. മുൻകാലങ്ങളിലൊക്കെ ക്യാൻസർ മഹാവില്ലനായിരുന്നെങ്കിൽ ഇന്ന് ഡയാലിസിസ് കിഡ്നി രോഗം മാരകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിൽ തന്നെ ഒട്ടനവധി ഡയാലിസിസ് രോഗികളാണുള്ളത്. ആഴ്ചയിൽ 2, 3, 4 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. ഇതിനുള്ള സൗകര്യം എന്നുള്ള നിലയിൽ സർക്കാർ തലത്തിൽ തന്നെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സൗജന്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇതുവരെ നടപടി ഇഴയുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ആളുകൾ പണം മുടക്കി, ഇല്ലാത്ത ആളുകൾ വിറ്റും പിറക്കുകയൊക്കെയാണ് അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3, 4 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ശരിക്കും ഇപ്പോൾ തൽക്കാലം അടിമാലിൻ്റെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലാണ് ഇത് ചെയ്യുന്നത്. ഓരോ മാസവും 1000-ന് മുകളിൽ ഡയാലിസിസ് പേഷ്യൻസാണ് അടിമാലി മേഖലയിൽ മാത്രമുള്ളത്. ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിമാലി മേഖല എന്ന് പറയുന്നത് തോട്ടമേഖല അടക്കമുള്ള നിരവധി ആദിവാസി കുടികൾ അടക്കമുള്ള സ്ഥലമാണ്. അവരുടെയൊക്കെ ആശ്രയം എന്ന് പറയുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. വലിയ പ്രതീക്ഷയാണ് ആളുകൾ നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ കെട്ടിട സമുച്ചയം എല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവിടെ ടാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള താമസമാണെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രത്തോളം വർഷങ്ങളായിട്ടും ഈ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള ആളുകളുടെ ഒരു അവഗണനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടവേള.
അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കുട്ടികളുടെ തിരക്കാണ് കൊട്ടാരക്കര മീൻപിടിപ്പാറയിൽ. സുരക്ഷിതമായി നീന്തൽ പഠിച്ചും ചൂടിനെ അതിജീവിച്ചുമാണ് കുട്ടികളുടെ അവധി ആഘോഷം. കാട്ടരുവികളിലൂടെ പാറക്കെട്ടുകളെ തഴുകിയെത്തുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുവാനാണ് സഞ്ചാരികൾ മീൻപിടിപ്പാറയിലേക്ക് എത്തുന്നത്. കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാനായി വിദ്യാർത്ഥികൾ അധിക നേരവും വെള്ളത്തിൽ കിടക്കുകയാണ്. ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒഴിവു സമയങ്ങൾ ചെലവിടാൻ പറ്റിയ മനോഹരമായ ഇടമാണ് മീൻപിടിപ്പാറ. വെള്ളത്തിലൊക്കെ കുളിക്കാനും വെള്ളത്തിലൊക്കെ ഇറങ്ങാനും നല്ല ഇല്ല, ആദ്യമായിട്ട് വരിക. ഒരുപാട് നാളായിട്ട് യൂട്യൂബിനകത്തൊക്കെ കണ്ട് വന്നയാ. ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. അരമണിക്കൂറായി നല്ല സുഖമുണ്ട് കിടക്കാൻ. ചൂടല്ലേ, അതുകൊണ്ട് നല്ല സുഖം ഇവിടെ കിടക്കാൻ. അടിച്ചു പൊളിച്ച് ഇവിടെ കിടക്കാം. ആരം കുറവാണ്. അരികിലായി ചൂണ്ടയിൽ കൊരുത്ത വലിയ മത്സ്യത്തിന്റെ പ്രതിമ കാണാം. പുലമൻ തോടിന് കുറുകെയായി മറുകരയിലേക്ക് ചെറിയ പാലവുമുണ്ട്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇരിപ്പിടങ്ങളും നടപ്പാതയും ഒക്കെ ഉണ്ടെങ്കിലും ചൂടിനെ അതിജീവിക്കാനായി മുങ്ങിയുള്ള കുളിയാണ് സഞ്ചാരികൾക്ക് പ്രിയം. കുഴപ്പമൊന്നുമില്ല, പിള്ളേർ സേഫ് ആയിട്ട് പേടിക്കണ്ട. അതുകൊണ്ട് ജസ്റ്റ് ഞാനും കൂടെ ഇറങ്ങിയതേ ഉള്ളൂ. കുഴിയൊന്നുമില്ല കേട്ടോ, വേറെ ഇവിടെ വേറെ ടെൻഷൻ ഒന്നും വേണ്ട. ധൈര്യമായിട്ട് ഇറങ്ങി വിടാം. ഇവിടെ ലാസ്റ്റ് ലോങ് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്, പോകാൻ പറ്റും. ഇവിടെയാണ് അവര് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. മുതിർന്നവർക്ക് 20, കുട്ടികൾക്ക് 10 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. സെയിന്റ് ഗ്രിഗോറിയസ് കോളേജിന് പിന്നിലാണ് പാർക്ക്. കൊട്ടാരക്കരയിലെ ടൂറിസം മേഖലയ്ക്ക് മീൻപിടിപ്പാറ വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5705 രൂപ, പവന് 45,640 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റു നിലയ്ക്ക് പറഞ്ഞോ പെറ്റ ബംഗാൾ